നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. നിങ്ങളുടെ ശീലങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ വിജയവും പരാജയവും തീരുമാനിക്കുക. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതിനെ നമ്മൾ സിസ്റ്റം എന്നൊക്കെ വിളിക്കുക. അപ്പോൾ ഇവിടെ ചില സുഹൃത്തുക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 3 തരത്തിലുള്ള സുഹൃത്തുക്കളുണ്ട്: ലീവ് ഫ്രണ്ട്സ്, ബ്രാഞ്ച് ഫ്രണ്ട്സ് ആൻഡ് റൂട്ട് ഫ്രണ്ട്സ്. എന്താണിത് 3 തമ്മിലുള്ള വ്യത്യാസം? നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് കാറ്റഗറൈസ് ചെയ്ത് നോക്കുക. ഈ ഒരു ഫ്രെയിം വർക്കിൽ ഇതിൽ ഏത് സുഹൃത്തിനെയാണ് കൂടെ കൂട്ടേണ്ടത്, ഏത് സുഹൃത്തിനെ കൂടെ കൂട്ടാൻ പാടില്ല എന്നെല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ സെയ്ഫ് വാളപ്ര, ദ ക്ലാരിറ്റി മെന്റർ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ഫ്രം സ്റ്റിയോളോ ഹാബിറ്റ് അക്കാഡമി. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഹാബിറ്റ് അക്കാഡമി എന്ന അക്കൗണ്ട് വഴി ഞങ്ങൾ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഫ്രണ്ട്സ് നമുക്ക് നോക്കാം. ലീവ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇലകളെ പോലെയാവും. എന്താ ഇലയുടെ പ്രത്യേകത? ഒരു മരത്തിലൊരു ഇല എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. ഒരു സീസൺ ആകുമ്പോൾ അവർ കൊഴിഞ്ഞു പോകും. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് വരിക. അവർ നിങ്ങളെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പല ദുശീലങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല ശീലങ്ങളും സൃഷ്ടിച്ച് നൽകും. ഒരു സമയം കഴിയുമ്പം അവർ നിങ്ങളിൽ നിന്നും അവരുടെ കാര്യം നോക്കി അകന്നു പോയിട്ടുണ്ടാകും. അവർ സ്ട്രോങ് പീപ്പിൾ ആയിരിക്കില്ല. നിങ്ങളുടെ കൂടെ അവരിങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ തോന്നിപ്പിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് അവരങ്ങ് പോയിട്ടുണ്ടാവും. എന്നും ഉണ്ടാവുമെന്ന് കരുതും. ഒരു സീസണിൽ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന അന്ന് നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് വരാണ്. അവനെ ഏൽപ്പിച്ച ആഘാതം അതിൽ നിന്ന് മുക്തമാവാൻ തന്നെ ചിലപ്പോൾ നമുക്ക് വർഷങ്ങളെടുക്കും. അങ്ങനത്തെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്ന് അനലൈസ് ചെയ്തേക്കും. ഈ സുഹൃത്ത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കില്ല. അവൻ്റെ ആവശ്യത്തിനാണ് നിങ്ങൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരാണ് ആ ലീവ് ഫ്രണ്ട്സ് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ? ചിന്തിച്ചു നോക്കുക. സെക്കൻഡ് കാറ്റഗറി ബ്രാഞ്ച് ഫ്രണ്ട്സ്. ഒരു മരത്തിൻ്റെ ബ്രാഞ്ചുമായിട്ട് കണക്ട് ആവാം. ഇലയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും ആര്? ഈ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്, ചില്ലകൾ എന്ന് പറയുന്നത്. എന്നതുപോലെ അവർ നിങ്ങളുടെ കൂടെ പല സന്ദർഭങ്ങളിലുണ്ടാവും. നിങ്ങളുടെ ജീവിതം നല്ല സമയമായിരിക്കുമ്പോൾ ഈ ബ്രാഞ്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. കാരണം ആ മരത്തിന് ലഭിക്കുന്ന വെള്ളവും അതേപോലെ മറ്റു വളവുമെല്ലാം ഉപയോഗിച്ചിട്ട് ഈ ബ്രാഞ്ച് വളരും. നിങ്ങൾ ഉപയോഗിച്ച് അവർ വളരും. പക്ഷെ നിങ്ങൾക്കൊരു ഹാർഡ് സിറ്റുവേഷൻ വരുമ്പോൾ, നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബ്രാഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോരും. അത്ര സ്ട്രോങ് ആയിരിക്കില്ല. നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഏതുവരെ? നിങ്ങളുടെ നല്ല കാലം വരെ. ആ നല്ല കാലം കഴിയുമ്പോൾ അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോകും. നിങ്ങളെ കാണുമ്പോൾ അവർ ഒഴിഞ്ഞു മാറാൻ തുടങ്ങും. ഇത്തരം സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരും നിങ്ങൾക്ക് നല്ല ശീലങ്ങൾ സൃഷ്ടിക്കാനോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ സഹായിക്കില്ല. അവരും നിങ്ങളുടെ ജീവിതം ഒരു പരിധി കഴിഞ്ഞ് നശിപ്പിക്കും. ഇനി ഏത് തരത്തിലുള്ള സുഹൃത്തുക്കളാണ് വേണ്ടത്? അവരെ നമ്മൾ വിളിക്കുന്നതാണ് റൂട്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ റൂട്ട് നോക്കുക, അതിൻ്റെ വേരുകൾ നോക്കുക. അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോവില്ല. നിങ്ങൾ ഉപേക്ഷിച്ച് എങ്ങോട്ട് പോവില്ല. ഒരു സീസൺ കഴിഞ്ഞാൽ അവർ പോവില്ല. നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും മാക്സിമം നിങ്ങളിലേക്ക് വെള്ളവും വളവും ഇത് എത്തിച്ചുകൊണ്ടിരിക്കും. ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ തോളിൽ കൈയിട്ടിട്ട് പറയും, നീ പേടിക്കണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയെന്ന് പറഞ്ഞ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ നല്ല ശീലങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കും. ഇത്തരത്തിലുള്ള റൂട്ട് ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ വൺ ഓഫ് ദ മോസ്റ്റ് ലക്കിസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ഒരൊറ്റ സുഹൃത്ത് മതി അങ്ങനത്തെ റൂട്ട് ഫ്രണ്ട്സ്. ഇങ്ങനെ എത്ര പേരുണ്ട് നിങ്ങൾക്ക് റൂട്ട് ഫ്രണ്ട്സ് ആയിട്ട്? എനിക്ക് ഒറ്റ ഓളമില്ല, എനിക്ക് 2 പേരുണ്ട്. എൻ്റെ ചുറ്റും ഇങ്ങനെ 5 റൂട്ട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് വിജയം എന്ന് പറയുന്നത് സുനിശ്ചിതമായിരിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സുകളൊക്കെ ഇനി ലീവ് ഫ്രണ്ട്സ് ആണെങ്കിലോ നിങ്ങൾ ലൈഫ് ഇങ്ങനെ ആടി ഉറഞ്ഞുകൊണ്ടിരിക്കും. കാറ്റത്താടുന്ന പോലെ ആടി ഉറഞ്ഞു. ഇനി കുറച്ചൊരു ബ്രാഞ്ച് പീപ്പിൾ ഉണ്ടെങ്കിൽ ചില പ്രതിസന്ധി വരെയൊക്കെ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും. റൂട്ട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ ഏത് കൊടുങ്കാറ്റിലും നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും. അങ്ങനത്തെ റൂട്ട് ഫ്രണ്ട്സുകൾ ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അടിക്കുക. സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. Thank you.